ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മൾ ഷൂട്ടിന് പോവാണ്. അപ്പോൾ ഇന്ന് ആക്ച്വലി ഒരു ദിവസം 3 ഷൂട്ടാണ് നമ്മൾ കമ്മിറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ലൈഫ് ഓഫ് എ കോണ്ടൻറ് ക്രിയേറ്റർ അത് എത്രത്തോളം ബിസിയൊക്കെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ബിസിയല്ല, എത്രത്തോളം പണിയുണ്ടെന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ സമയം കളയാനുള്ള ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. അങ്ങനെ നമ്മുടെ പിള്ളേരെ തീർന്നുണ്ട്. ഷിപ്പിൽ എഞ്ചിനീയർ അടുത്ത ഷിപ്പിൽ കയറാൻ പ്ലാൻ ഇടുന്നവൻ. എടാ നമുക്ക് പോയാലോ? അപ്പോൾ ഗൈസ് മഴ വന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഷോപ്പിലേക്ക് പോവാം. പോണ വഴിക്കുള്ള കാര്യങ്ങൾ വണ്ടി കയറിയിട്ട് കാണിച്ചു തരാം. ഗൈസ് അപ്പം ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇറങ്ങാൻ നേരം ഇപ്പോൾ ഒടുക്കത്തെ മഴ. പക്ഷെ നമുക്ക് കുഴപ്പമില്ല. കാരണം എന്താണ്, നമ്മുടെ ആകാശിന്റെ കാറിലാണ് പോകുന്നത്. നമ്മുടെ ആകാശ് വണ്ടിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ വ്ളോഗിലിടാൻ വേണ്ടിയാണ് എടുത്തത്. ബാക്കിൽ നമ്മുടെ ജോസഫ് ഉണ്ട്, ആദർശ് ഉണ്ട്, പിന്നെ എൻ്റെ അനിയനുണ്ട്. ആൻഡ് നമ്മളിഞ്ഞ് നേരെ പോണത് കാക്കനാടേക്കാണ്. കാക്കനാട് ഒരു കുഴിമന്തി ഷോപ്പാണ്. അപ്പോൾ ഞാനിഞ്ഞ് എന്തായാലും ഷോപ്പിലെത്തിയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് ഭയങ്കര ചെറിയൊരു വ്ളോഗ് ആയിരിക്കുള്ളൂ. കാരണം ഷൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങളും എല്ലാവരും നമ്മൾ ഫോണിലാണ് ചെയ്യണത്. അപ്പോൾ അറിയാലോ, അത് വളരെ ചെറിയൊരു വ്ളോഗായിരിക്കും. ഞാൻ എന്തായാലും ഷോപ്പിലെത്തിയിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ ഷോപ്പിലെത്തിയിട്ടുണ്ട്. അങ്ങനെ കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ഷോപ്പിലെത്തിയിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ ഷൂട്ടിൻ്റെ ലൊക്കേഷൻ തമാം കുഴിമന്തിയാണ്. ഞാൻ കാണിച്ചുതരാം. ഇതാണ് നമ്മുടെ ഷൂട്ടിൻ്റെ ലൊക്കേഷൻ, തമാം കുഴിമന്തി, കാക്കനാടാണ്. ഞാൻ എന്തായാലും അകത്ത് കയറിയിട്ട് ഷൂട്ട് ചെയ്തിട്ട് ബാക്കി കാണിച്ചത്. ഗായ്സ്, അപ്പോൾ നമ്മൾ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. എല്ലാവരും ഉണ്ട്. സ്പേസ് അടിപൊളിയാണ്. കാരണം ഒരുപാട് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇരിക്കാനായിട്ട്. ഞാൻ ഫുഡ് വന്നിട്ട് കാണിച്ചുതരാം. അങ്ങനെ കാത്തിരുന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ഫുഡ് എത്തി. മറ്റേ മന്തിയുടെ പ്രസന്റേഷനൊക്കെ അടിപൊളിയാണ്. ഫുഡിന്റെ ഒക്കെ പ്രസന്റേഷൻ പോലെ തന്നെ ടേസ്റ്റ് അടിപൊളിയായിരുന്നു. ഞാൻ കഴിച്ചത് ഷവായ മന്തിയാണ്, ഒരു രക്ഷ ഉണ്ടായില്ല. പിന്നെ ഇവരുടെ ഗ്രിൽഡ് ബീഫ് മന്തിയും അടിപൊളിയായിരുന്നു. ബീഫൊക്കെ നല്ല ടെൻഡറി സോഫ്റ്റ് ആയിരുന്നു. നമ്മളിങ്ങനെ തൊട്ടാ പൊടിഞ്ഞു പോകുന്നൊക്കെ പറയണ സംഭവം അത് ഇതാണ്. നിങ്ങൾക്ക് ഈ വിഷ്വൽ കാണുമ്പോൾ തന്നെ അറിയാം, നല്ല സോഫ്റ്റ് ആയിരുന്നു. ഇത് ഇൻസ്റ്റാഗ്രാം റീൽസിന് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ വെർട്ടിക്കലായി പോയത്. ഞാൻ കഴിച്ച പെരി പെരി ഷവായും അതിൻ്റെ മീറ്റ് ക്വാളിറ്റിയൊക്കെ എടുത്ത് പറയേണ്ടതാണ്. നല്ല സോഫ്റ്റ് ചിക്കനൊക്കെ ആയിരുന്നു. ഞാൻ ഈ ഫുഡ് വീഡിയോസ് ഒക്കെ എടുക്കുന്ന സമയത്ത് എപ്പോഴും അറിയുന്ന കാര്യമാണ് ഇവരെങ്ങനെയാണ് ഇത്രത്തോളം സോഫ്റ്റ് ആയിട്ട് ഈ ചിക്കനും ബീഫൊക്കെ ഇങ്ങനെ ഉണ്ടാക്കണേ എന്നുള്ളതാണ്. ആൻഡ് ഇവിടുത്തെ ഫുഡ് അടിപൊളിയായിരുന്നു. പുറത്തെ ആംബിയൻസും കാണാനായിട്ട് അടിപൊളിയായിരുന്നു. ഗായ്സ്, അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും സെറ്റാണ്. ഫുഡ് അടിപൊളിയായിരുന്നു. ഞാൻ കൂടുതൽ കാണിക്കാത്ത ഒന്നുമല്ല, ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മുടെ റീൽസിലായിട്ട് ഇൻസ്റ്റയിൽ വരും. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ കാണിക്കാറുള്ളത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഷൂട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമ്മൾ രണ്ടാമത്തെ ഷൂട്ടിൻ്റെ ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിനി രണ്ടാമത്തെ സ്ഥലത്തെത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ അടുത്ത ലൊക്കേഷനിലെത്തിയിട്ടുണ്ട്. ഹിപ്പ് ഹോപ്പിലാണ് വന്നേക്കുന്നത്. ഞാൻ അകത്ത് പോയിട്ട് കാണിച്ചില്ല. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ഷൂട്ട് നമ്മൾ ഹിപ്പ് ഹോപ്പ് എന്ന് പറഞ്ഞൊരു ക്ലോത്തിങ് ബ്രാൻഡിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ക്ലോത്തിങ് ബ്രാൻഡിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ചെറിയൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു വാക്കൊക്കെ കാണുമ്പോൾ ഒരു കോമഡി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും നമ്മൾ അടിപൊളിയായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തു. പിന്നെ നമ്മുടെ പിള്ളേർ അടിപൊളിയായതുകൊണ്ട് എല്ലാം അടിപൊളിയായിരുന്നു. ഇതിൻ്റെയൊക്കെ റിസൾട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഷോപ്പിൻ്റെ ഷൂട്ട് ഇപ്പോഴാണ് കഴിഞ്ഞത്. സമയം ഇപ്പോൾ 6:18 നമ്മൾ ഉച്ചയ്ക്ക് ഇറങ്ങിയതാണ്. ഈ ഒരു ടൈം ആയപ്പോഴാണ് നമ്മുടെ രണ്ടാമത്തെ ഷൂട്ട് കഴിഞ്ഞത്. ഇനി നമ്മൾ മൂന്നാമത്തെ ഷൂട്ട് എടുക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അതൊന്നും കാണിക്കാത്ത കാരണം കൊണ്ടല്ല, നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീൽസ് ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇനി ഒരു ഷൂട്ടും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ നമ്മളിനി അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മുമ്പ് നമ്മുടെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് അവനെ കൂടി പിക്ക് ചെയ്യണം. അപ്പോൾ ഞങ്ങളിപ്പോൾ അതിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ കാക്കനാടാണ് കറൻ്റ്. ഞാൻ അവനെയും കൂടി പിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇനി മൂന്നാമത്തെ സ്പോട്ടിലേക്ക് പോകാം. വൈകിട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാക്കനാട് ഏരിയയിലേക്ക് അടുക്കാൻ പറ്റില്ല. കാരണം നല്ല ബ്ലോക്കാണ്. ഇപ്പം സാധാരണ യൂഷ്വലി ഉണ്ടാവണ അത്രയും ബ്ലോക്കില്ല, എങ്കിലും തിരക്കുണ്ട് റോഡിൽ. എക്സ്പീരിയൻസ് ഡ്രൈവറായ ആകാശം നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ആകാശ എന്താണ് വ്ളോഗിൽ വന്നിട്ട് സംസാരിക്കാത്തൊന്നും? ഞാൻ സംസാരിക്കണുണ്ട്, നിനക്കല്ലേ സംസാരിക്കണം വ്ളോഗിൽ തന്നെ എന്നൊക്കെ പറഞ്ഞത്. പിന്നെ ജോസഫ് അവിടെ ഉണ്ട്. ജോസഫ് ക്യാമറ ഓൺ ആക്കിയാൽ മിണ്ടൂല. ജോസഫേ
ജോസഫിന് നാണോണ് ഗൈസ് ക്യാമറയുടെ മുമ്പിൽ വരാനായിട്ട്. ഇതാണ് ജോസഫ്. കണ്ട ഗൈസ് കാക്കനാട് തിരക്ക്. വൈകിട്ടായി കഴിഞ്ഞാൽ ജോലി കഴിഞ്ഞ എല്ലാവരും വന്ന് ഭയങ്കര തിരക്കാണ്. ആ തേങ്ങ എന്താ പറയണ്ടെന്നാ നമ്മൾ ഇത്രയും പറഞ്ഞോണ്ടിരുന്നത് ജോസഫ് റിച്ചാണ്, കോടികളുടെ ആസ്തിയുള്ള ഒരു മനുഷ്യനാണ്. ഞങ്ങളുടെ ബാക്കിലൊന്നും മിണ്ടാണ്ടിരിക്കണത് ജോസഫ് അല്ലെ. എത്ര കോടിയുടെ ആസ്തി ഉണ്ടാവും ഏകദേശം? എടാ എത്രയാണ് നിന്റെ എസ്റ്റിമേറ്റഡ് ഒരു നെറ്റ്വർത്ത്? 30 കോടി. 30 കോടിയുടെ ഒക്കെ ആസ്തി ഉണ്ടെന്നൊക്കെയാണ് പറയണത്. അവന്റെ ഉറ്റ സുഹൃത്തായ അതേ അടുത്തൊരു കോടീശ്വരൻ, ദുഃഖിക്കുന്ന കോടീശ്വരൻ, പാവങ്ങളുടെ കോടീശ്വരൻ. ഇവിടെ എത്ര കോടി ഉണ്ടാവും ആസ്തി? എത്രയാണ്? 100 കോടി. ഇവന് ഞാനല്ല ഷിപ്പില്, ചേട്ടനല്ലേ? നീ ഇപ്പൊ ഷിപ്പിലല്ലേ? കേറിട്ടില്ലല്ലോ. നീ ഇപ്പൊ കേറൂലേ? വന്നല്ലോ. കേറി വരുമ്പോ എത്രയാണ് സാലറി തുടക്കം? പുറത്തറിയാൻ പറ്റില്ല. ഈ വ്ളോഗ് ആരെങ്കിലും കണ്ട് കല്യാണ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഇവന് സിംഗിൾ ആണ്. ലക്ഷങ്ങളുടെ സാലറി. എടാ ജോസഫ് പറയണ ഇവന് എന്താടാ? ഇവന് കോടികളുടെ കാര്യം പറ. വെളിപ്പെടുത്താൻ പറ്റില്ല. പക്ഷെ അതെ ഈഡിയുടെ നല്ല സൽഗുണ സമ്പന്നയായ ഒരു യുവതിയെ തേടുന്നു ഇവന്. പെണ്ണ അല്ലേ കല്യാണത്തിനായിട്ട്. നമ്മള് കാക്കനാട് കുസാറ്റ് റോഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുസാറ്റ് റോഡ് എന്ന് പറഞ്ഞാൽ കുസാറ്റ് ക്യാമ്പസിന്റെ അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ലെഫ്റ്റ്. ആദർശേ പറയടാ, നിനക്ക് പണം എന്താണ് കാശുണ്ടാക്കിയിട്ട് ഒരു വലിയ വീട് പണിയണോ? പൈസ ഉണ്ടാക്കിയിട്ട് റിച്ച് ആയിട്ട് നടക്കണോ? എല്ലാവരുടെ ആഗ്രഹം കണ്ടില്ലേ? എത്രയും പെട്ടെന്ന് റിട്ടയർ ആവണം എന്നാണ് എല്ലാവരുടെ ആഗ്രഹം. എല്ലാവർക്കും വയസ്സായി. ചെറിയ പ്രായത്തില് റിട്ടയർ ആവണം. പക്ഷെ അതൊരു കാര്യം ഉണ്ടാ. ഇപ്പൊ പൈസ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് ആഗ്രഹം ഉണ്ടാവും കുറെ പൈസ ഉണ്ടാക്കണം. പക്ഷെ ചിലവർക്ക് അത് പറ്റൂല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ സാഹചര്യവും അവരുടെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടും അവർക്ക് ചിലപ്പോ അത് സെറ്റാക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അതെ പരിശ്രമം കൊണ്ട് മാത്രം പരിശ്രമിച്ചിട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ പൈസ വേണ്ടേ? പണം കൊടുത്ത് പണം നേടാന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോഴും അടിസ്ഥാനം പണമാണ്. എല്ലാത്തിന്റെ അടിസ്ഥാനം പണമാണ്. ലെഫ്റ്റ് ലെഫ്റ്റാണ് പോണ്ടത്. അങ്ങോട്ട് ആറോണ വഴി നേരെ നേരെ അതാണ് നേരെ. ഒരു വഴി പറഞ്ഞോടുക്കാണ്. വീഡിയോ കിട്ടാൻ വേണ്ടി പറഞ്ഞതല്ല. ശരി ശരി ശരി. ബേസിക്കലി എല്ലാത്തിന്റെ അടിസ്ഥാനം പണമാണ്. അപ്പൊ ഗൈസ് നമ്മള് പൈസ ഉണ്ടാക്കാൻ നോക്കുക. നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാനുള്ള പ്രശ്നം. പക്ഷെ അതെ അധ്വാനിക്കുക ഗൈസ്. പൈസ ഉണ്ടായിട്ടും സ്പ്ലെൻഡറിൽ നടക്കണ നടക്കണ്ട. പൈസ ഉണ്ടായിട്ടും സ്പ്ലെൻഡറിൽ നടക്കണ നടക്കണ്ട. നിങ്ങൾ ഞാൻ കാണിച്ചു തരാം. അതെ പൈസ ഉണ്ടായിട്ടും സ്പ്ലെൻഡറിൽ നടക്കണവനാണ് ദേവിവൻ. വേദനിക്കുന്ന കോടീശ്വരൻ. ഈ പണക്കാരി സിംപ്ലിസിറ്റി ആയിട്ട് നടക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ? അതായത് ചെറിയ ടീഷർട്ടൊക്കെ ഇട്ട് അതുപോലെയാണ് തേങ്ങ. പണമായിട്ടും സ്പ്ലെൻഡറിൽ നടക്കൂ. അങ്ങനെ സിമ്പിൾ മനുഷ്യനാണ് അവൻ. കുസാറ്റ് ക്യാമ്പസ് ഏക്കർ കണക്കിനാണ് ക്യാമ്പസ്. ക്ലാസ് കട്ട് ചെയ്ത സുഖമാണെന്നാ ഇത്ര നേരം അധ്വാന കാര്യം പറഞ്ഞപ്പോഴും ക്ലാസ് കട്ട് ചെയ്യണ കാര്യമാണ് പറഞ്ഞത്. ഹലോ, പുതിയ കാറിൽ ഹെഡ്ലൈറ്റ് ഇടാൻ അറിയാത്ത ആകാശ്, ഡ്രൈവർ ആകാശ്.
ഗൈസ് പുതിയ കാറില് രാത്രിയായിട്ട് ഹെഡ്ലൈറ്റ് ഇല്ലാണ്ടാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഇടാൻ ഇതുവരെ അറിയില്ല, ഡ്രൈവറിന് അറിയില്ല. ഹെഡ്ലൈറ്റ് പറ്റുള്ളൂ. വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോ സ്വിച്ച് കണ്ടുപിടിക്കണം. ഗൈസ് എടപ്പള്ളിയിൽ മഴ പെയ്തോണ്ടിരിക്കുകയാണ്, അതിശക്തമായ മഴ. ഒരു രക്ഷയില്ലാത്ത ബ്ലോക്ക് എടപ്പള്ളിയിൽ മഴയത്ത്. ഗൈസ് അപ്പൊ ഞാനിന്ന് കടയിൽ എത്തിയിട്ട് വരാം. ആ ഗൈസ് അങ്ങനെ നമ്മളിപ്പോൾ നമ്മുടെ മൂന്നാമത്തെ സ്പോട്ടായ അൽഷിബയിൽ എത്തിയേക്കാണ്. അൽഷിബയിലാണ് നമുക്ക് തേർഡ് ഷൂട്ട്. പിള്ളേരൊക്കെ ഉണ്ട്, റാപ്പർ ഹരീഷ്, തേങ്ങ, അനിയൻ, പിന്നെ ആദർശ്, എല്ലാവരും ഉണ്ട്. ഹരീഷ് ഒരു കാര്യം പറഞ്ഞാൽ നിന്റെ വ്ളോഗ് ഇറങ്ങിയതിനു ശേഷം നിന്റെ റാപ്പ് കേട്ടിട്ട് ഇഷ്ടംപോലെ ആൾക്കാരാന്ന് പറഞ്ഞത്. നല്ല അഭിപ്രായം പറഞ്ഞു. ആ വ്ളോഗ് ഈ ചേട്ടൻ കൊണ്ടുപോയെന്നാ പറഞ്ഞത്. എന്താണ് കഥയല്ല, ഒരുപാട് ആൾക്കാർ നല്ലതാണെന്ന് പറഞ്ഞ വ്ളോഗ് റാപ്പർ ചേട്ടൻ കൊണ്ടുപോയെന്നാ പറഞ്ഞത്. ഞാൻ കാര്യം പറഞ്ഞ നീ ഇങ്ങനെ എളിമയുടെ വലിയൊരു രൂപമാവല്ലേ, എളിമയുടെ രൂപമാവല്ലേ. വേറെ വാക്കുകളൊന്നും പറയാൻ പറ്റത്തില്ല. എടാ എന്ത് പറയണ്, ഹരീഷിന്റെ റാപ്പ് ഇറക്കിയാലോ അൽഷിബേലി, വേറെ റാപ്പ് ഷണ്ടി പാടാൻ പറഞ്ഞിട്ടുണ്ടായില്ല. പാട് എന്താടാ ആൾക്കാരുള്ളതുകൊണ്ട് കുറച്ച് ഷൈ ആണ്. അപ്പൊ നമുക്ക് ഫുഡ് കാണിച്ചത്. അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ ഷൂട്ട് നമ്മുടെ കാക്കനാട് പാലച്ചൂറുള്ള അൽഷിബ കുഴിമന്തിയിലാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ 99 രൂപയ്ക്ക് നിങ്ങൾക്ക് ഷവായ, ക്വാർട്ടർ ഷവായ പ്ലസ് കുബൂസ് കോംബോ കഴിക്കാൻ പറ്റും. മസാല ഷവായ കഴിക്കാനായിട്ട് അടിപൊളിയായിരുന്നു. മസാല ഷവായ മാത്രമല്ല മന്തിയും ഇവിടെ അവൈലബിൾ ആണ്. എല്ലാവരും കഴിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ആശേ? അരിശ എങ്ങനെയുണ്ട്? അപ്പോ അടിപൊളി. ഞാനിനി എങ്ങനെയുണ്ട് ജോസഫേ? ജോസഫേ എങ്ങനെയുണ്ടാ? ഞങ്ങൾ കഴിച്ചിട്ട് ഞാൻ പുറത്തിറങ്ങിയിട്ട്. ഹായ് ഗൈസ്, അപ്പോൾ അതെ നമ്മുടെ മൂന്നാമത്തെ ഷൂട്ടും കംപ്ലീറ്റ് ആയി. സമയം ഇപ്പോൾ 9:30 കഴിഞ്ഞ്. നമ്മളിപ്പോഴാണ് ഇവിടെ നിന്ന് വീട്ടിലേക്ക് പോണത്. ഇറ്റ് വാസ് എ ഹെക്ടിക് ഡേ. ഞാനിനി വണ്ടി ഓടിക്കാൻ പോകണം. ഫൈനലി ഇപ്പോൾ സമയം എത്ര മണിയായി? സമയം 10:09. നമ്മൾ ഉച്ചക്ക് ഇറങ്ങിയതാണ്. ഇപ്പോഴാണ് നമ്മൾ ഷൂട്ട് കഴിഞ്ഞത്. നമ്മളിപ്പോൾ നേരെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ഐ ഹോപ്പ് യു എൻജോയ്ഡ്. സോ കീപ് വാച്ചിങ് ആൻഡ് സപ്പോർട്ട് മീ. അപ്പോൾ എല്ലാവർക്കും ബൈ. ബൈ കൊടുക്ക്. ബൈ ഗായ്സ്.